ചക്രവ്യൂഹം ദി ടെയിൽ എൻഡ്. രചന MMG. അവതരണം അപര. വീണ്ടും ഒരു നനുത്ത പ്രഭാതം പുലർന്നു. സൂര്യരശ്മികൾ ജനലഴികൾക്കിടയിലൂടെ കൈവിടർത്തി അവളുടെ മുഖത്ത് തലോടിക്കൊണ്ടിരുന്നു. അവൾ പിന്തിരിഞ്ഞ് വീണ്ടും ആ മുറിയിലൂടെ കണ്ണോടിച്ചു. 5 വർഷങ്ങൾക്കിപ്പുറവും ഒരു മാറ്റവുമില്ലാതെ അവളുടെ മുറി. അരികിൽ ആ പഴയ മേശയ്ക്ക് പകരം പുതിയ ഒരെണ്ണമാണ്. അതുമാത്രമാണ് ആ മുറിയിലാകെയുള്ള മാറ്റം. അതും കഴിഞ്ഞ ആഴ്ച മറ്റേ മേശയുടെ കാലൊടിഞ്ഞത് കാരണവും. അവൾ പതിയെ കിടക്കയിലേക്കിരുന്നു. മെല്ലെ കിടക്കയിലൂടെ വിരലോടിച്ചു. ഇടനാഴിയിലൂടെ കുട്ടികൾ തിടുക്കത്തിൽ നടക്കുന്നതും ഉച്ചത്തിൽ വർത്തമാനം പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് തന്നെ അവൾ മുടിയിലെ കെട്ട് കളഞ്ഞ് ഒരു ക്രാബും ഇട്ട് ഒപ്പം തന്നെ കിടക്കയിൽ നിന്ന് ഒരു ഹാൻഡ് ബാഗും മേശപ്പുറത്ത് ഒതുക്കി വെച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് 2 ടെക്സ്റ്റ് ബുക്കും എടുത്ത് വാതിൽ പുറത്തുനിന്ന് പൂട്ടി ഇറങ്ങി. ഗുഡ് മോർണിംഗ് മിസ്. അവളെ കണ്ടപ്പോൾ തന്നെ മുന്നിലും പിന്നിലും ഒരുപാട് ഗുഡ് മോർണിംഗ് ഉയർന്നു. അവൾ സ്വതവേയുള്ള ചിരിയോടെ തിരിച്ചും ആശംസിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. വാർഡൻ്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ അവിടേക്ക് പാഞ്ഞു. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അവൾ അവരെ കണ്ടു. സ്റ്റെല്ല മാഡം. 2 വർഷമായി ഇവരാണ് ഇവിടെ വാർഡൻ. മീന മാഡം മരിച്ചിട്ടും ഇപ്പോൾ 2 വർഷം. അവൾ വേഗത്തിൽ ചിന്തകളെ ഇറക്കി വിട്ടു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ധ്വനി വേഗം ബാഗിൻ്റെ സൈഡ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഹലോ. ഞാൻ വരുവാ. നിങ്ങൾ അവിടെ നിന്നാൽ മതി. വേണ്ട, ഇപ്പം അങ്ങ് എത്തും. നീ ഫോൺ വെച്ചേ. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞവൾ വേഗത്തിൽ കോളേജിലേക്ക് നടന്നു. 5 മിനിറ്റിനുള്ളിൽ അവൾ എത്തിച്ചേർന്നു. ഗേറ്റിന് മുന്നിൽ തന്നെ അക്ഷമയോടെ കാത്തു നിൽക്കുന്നവളെ കണ്ട് ധ്വനി സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡീ, സുഖാണോ വാവയ്ക്ക്? ആ പെൺകുട്ടിയുടെ നിറവയറിലേക്ക് കൈ ചേർത്ത് ധ്വനി സ്നേഹത്തോടെ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ സ്നേഹം തിങ്ങിയിരുന്നു. എന്നാൽ അവളുടെ ശബ്ദമൊന്നും കേൾക്കാത്തത് കാരണം മുഖമുയർത്തിയ ധ്വനി കാണുന്നത് തന്നെ നോക്കി മുഖം വീർപ്പിച്ചു നിൽക്കുന്നവളെയാണ്. എന്താടി? ധ്വനി ചെറിയ സംശയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴും ധ്വനിയുടെ ഒരു കൈ അവളുടെ നിറവയറിലായിരുന്നു. വാവ വന്നപ്പോൾ എന്നെ വേണ്ടല്ലേ? അവളുടെ ചോദ്യം കേട്ട് പിന്നിൽ നിന്നൊരു ചിരി ഉണർന്നു. എൻ്റെ ധ്വനി, ഇവൾ എന്നോട് ഇത് തന്നെയാണ് സ്ഥിരം ചോദിക്കുന്നത്. അവൻ ചിരിയടക്കി ധ്വനിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ധ്വനിയും അടക്കിപ്പിടിച്ച ചിരിയോടെ അവളെ നോക്കി. ഇന്നാ കഴിക്ക്. അവളുടെ നേരെ ഒരു കുഞ്ഞു പൊതി നീട്ടി അവൻ പറഞ്ഞു. പറയേണ്ട താമസം അവൾ വേഗം അത് തട്ടിപ്പറിക്കുന്നത് പോലെ മേടിച്ചു. ഇതെന്താ? ചുളിഞ്ഞ മുഖത്തോടെ ധ്വനി ചോദിച്ചു. ഇവിടെ വന്നപ്പോൾ അവൾക്ക് രാമേട്ടൻ്റെ കടയിലെ ചൂട് ബോണ്ട ഓർമ്മ വന്നെന്ന്. ധ്വനി നോക്കിയപ്പോൾ അവൾ അത് കഴിക്കുന്ന തിരക്കിലായിരുന്നു. നിങ്ങൾ അകത്തേക്ക് വരുന്നില്ലേ? ഉണ്ട്, എല്ലാവരെയും ഒന്ന് കാണണം. അവളും കഴിച്ചു കഴിഞ്ഞ് 3 പേരും കൂടി പതിയെ കോളേജിലേക്ക് നടന്നു. അവൻ്റെ വലതുഭാഗത്ത് അവളും ഇടതുഭാഗത്ത് ധ്വനിയും. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്ക് വല്ലാത്തൊരു തെളിച്ചമായിരുന്നു. എന്തോ മിസ്സിനെ കണ്ടപ്പോൾ അവൾ അവൻ്റെ കൈ വിടുവിച്ച് അങ്ങോട്ട് നടന്നു. അമൃത, ദീ പതിയെ. അവൾ പോകുന്നതും നോക്കി ഇരുവരും ചിരിയോടെ നിന്നു. നിനക്കെങ്ങനെയാ ജോ അവളെ മനസ്സിലായേ? അവൾ കുസൃതിയോടെ ചോദിച്ചു. നീ തളർന്നപ്പം ഞാനും തളർന്നു ധ്വനി. ഇനി ഒരിക്കലും നീ ഒരാളെ ജീവിതത്തിലേക്ക് കയറ്റില്ല എന്നറിഞ്ഞപ്പോൾ പൂർണ്ണമായും തകർന്നുപോയി. എനിക്കറിയായിരുന്നു അമൃതയ്ക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന്. അവളോട് സംസാരിക്കുമ്പോഴും അകന്നു നിൽക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷെ അവൾ ഇടിച്ചു കയറി വീട്ടിലേക്ക് വന്ന് പറയുമെന്ന് കരുതിയില്ല. തുടക്കത്തിലെ പിരിമുറുക്കം ഒടുക്കം വന്നപ്പോൾ ഇരുവരുടെയും പൊട്ടിച്ചിരിയായി മാറി. അത് കേട്ടുകൊണ്ടാണ് അമൃത വരുന്നത്. എന്താ, എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല എൻ്റെ കുഞ്ഞെ. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അല്ല, ദയ എന്ത് പറയുന്നു? അവൾ കെട്ടിയോനപ്പോൾ സുഖമായിരിക്കണു. പിന്നെ അവൾക്ക് വിശേഷമുണ്ട്. മിനിഞ്ഞാന്നാണ് കൺഫേം ആയത്. ധ്വനി ഉത്സാഹത്തോടെ പറഞ്ഞു. ആഹാ, സന്തോഷ വാർത്തയാണല്ലോ. പക്ഷേ പെട്ടെന്ന് തന്നെ ജോയുടെയും അമൃതയുടെയും മുഖം മങ്ങി. അത് മനസ്സിലായതുപോലെ അവൾ പതിയെ നടന്നു. ഇനിയും എത്ര നാളാ ധ്വനി നീ ഇങ്ങനെ? അവൾക്കൊരു ജീവിതമായി, ഇപ്പം അതേ ഒരു കുഞ്ഞും. നീ ഇനിയും ഇങ്ങനെ ഉരുകി ജീവിക്കുന്നത് എന്തിനാ? ധ്വനി അതിന് മറുപടി പറയാതെ മുന്നോട്ട് നടന്നു. നിങ്ങളെപ്പോഴാണ് പോകുന്നത്? എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും ധ്വനി. ഫ്രീ ആകുമ്പോൾ ഇറങ്ങാം. അമൃതയെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ഉമ്മ വെച്ചു. ഒപ്പം ജോയുടെ കയ്യിൽ കൈ അമർത്തി നിറഞ്ഞ ചിരിയോടെ അവൾ സ്റ്റാഫ് റൂമിലേക്ക് കയറി.
അവൾ പോയതിനു ശേഷം അവർ വെറുതെ ക്യാമ്പസിലൂടെ കുറച്ചു നടന്നു. കുറേ കഴിഞ്ഞ് അവർ തിരികെ പോയി. അഭി, നീ ഇനിയും ഇങ്ങനെ നിൽക്കാനാണോ വിചാരിക്കുന്നത്? ലക്ഷ്മിയുടെ സ്വരം ഉയർന്നത് കേട്ട് അവിനാശും അനിഖയും അവിടേക്കെത്തി. അനിഖയുടെ കയ്യിൽ ഒരു 1.5 വയസ്സുകാരിയും ഉണ്ടായിരുന്നു. എന്തിനാ അമ്മേ ബഹളം വെക്കുന്നത്? അനിഖ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവളെ ദേഷ്യത്തോടെ നോക്കി. നിനക്കൊരു കുഞ്ഞായി. അവിയുടെ വിവാഹം കഴിഞ്ഞ് അവൾ വിശേഷം അറിയിച്ചു. 30 വയസ്സായി ഇവിടെ ഒരുത്തിന്. എന്നിട്ടും. ലക്ഷ്മി സോഫയിലിരിക്കുന്ന അഭിമന്യുവിൻ്റെ തോളിലടിച്ചു. അഭിമന്യു ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ധ്വനിയുടെ മുഖം ഓടിയെത്തി. അവളുടെ കരഞ്ഞു വീർത്ത കൺപോളകളും ബോധമില്ലാതെ കിടന്ന കിടപ്പും കിടക്കയിൽ അന്ന് തെളിഞ്ഞ ചോരയും. അവൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കിയടച്ചു. അമ്മേ, എനിക്കവളെ മതി അമ്മേ. ലക്ഷ്മിയുടെ വലത് കൈ തൻ്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ വിടർത്തി പറഞ്ഞു. അപ്പോൾ അവൻ്റെ മുഖത്ത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയായിരുന്നു. അഭി, ലക്ഷ്മിയുടെ സ്വരം നേർത്തു. ഞാൻ ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ പറഞ്ഞില്ല അമ്മ. ഇനി ഈ ജീവിതം ഞാൻ അവളുടെ കൂടെ ജീവിച്ച് പരിഹാരം കാണാം അമ്മ. അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥത കിട്ടില്ല. അവൻ തല കൈകളിൽ താങ്ങിയിരുന്നു. ലക്ഷ്മിയുടെ ചിന്തയിലേക്ക് ഒരിക്കൽ ധ്വനിയെ കണ്ട് സംസാരിച്ചത് ഓർമ്മ വന്നു. മോളെ, ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. ചോദിക്കാനുള്ള അർഹതയുണ്ടോ എന്നും അറിയില്ല. നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ? മരുമകളായിട്ടല്ല, മകളായി തന്നെ കാണുള്ളൂ. അവരുടെ ചോദ്യത്തിന് ധ്വനി പതറിയെങ്കിലും സ്വരമിടറാതെ അവൾ പറഞ്ഞു. എൻ്റെ കുടുംബം നശിക്കാൻ കാരണമായ ഒരു വീട്ടിലേക്ക് എനിക്ക് എങ്ങനെ വരാൻ സാധിക്കും ആൻറ്റി? ഞാനെന്നല്ല, മനസാക്ഷിയുള്ള ഒരാളും അങ്ങനെ ചെയ്യില്ല. അതുപോലെ അഭിമന്യുവിനോട് എനിക്ക് ദേഷ്യമില്ലെങ്കിലും അന്ന് എന്നോട് ചെയ്തൊന്നും എനിക്ക് മറക്കാനാവില്ല. ധ്വനിയുടെ ദൃഢമായ സംസാരത്തിൽ നിന്ന് തന്നെ ലക്ഷ്മിക്ക് അവളെ ഇനി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല എന്ന് മനസ്സിലായി. ഏട്ടാ, അച്ഛനും ഏട്ടനും കൂടി ആ ചേച്ചിയോട് ചെയ്തു വെച്ച് നോക്കിയാൽ ഒരിക്കലും ഇതിന് സമ്മതിക്കാൻ വഴിയില്ല. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അനിഖയുടെ എടുത്തടിച്ചതുപോലെയുള്ള സംസാരം കേട്ട് അഭിമന്യു അവളെ വിളറിയ മുഖത്തോടെ നോക്കി. ഏട്ടൻ ധ്വനിയെ മറന്നേക്ക്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അവസാന വാക്കെന്ന പോൽ അവിനാശിൻ്റെ വാക്കുകൾ അവിടെ മുഴങ്ങി. അഭിമന്യു കാറിൻ്റെ കീയും എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ലക്ഷ്മിയും അനിഖയും അവനെ വിളിച്ചെങ്കിലും പിൻവിളികൾ കേൾക്കാതെ അവൻ കാറിൽ കയറി വേഗത്തിൽ ഓടിച്ചുപോയി. അവൻ്റെ കാർ ഒടുവിൽ ചെന്ന് നിന്നത് ധ്വനിയുടെ കോളേജിലാണ്. അതേ ക്യാമ്പസ്. ആകെ മാറ്റമുള്ളത് പുതിയതായി പുതുക്കിപ്പണിത ബാസ്കറ്റ്ബോൾ കോർട്ടിനാണ്. അവൻ്റെ കണ്ണുകൾ അവിടെ മുഴുവൻ ഓടി നടന്നു. അന്നും ഇതുപോലെ ഒരു നേരത്താണ് താൻ വന്നത്. ഓർമ്മകൾ അവൻ്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം നടത്തി. കാറിൽ നിന്നിറങ്ങി അവൻ നേരെ ചെന്നത് ഓഫീസിലേക്കാണ്. അവൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ സ്റ്റാഫിൽ ഒരാൾ ധ്വനിയെ വിളിക്കാൻ പോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവളെത്തി. അഭിമന്യുവിനെ കണ്ട് അവളൊന്ന് പതറിയെങ്കിലും മുഖത്തൊരു ചിരി വരുത്തി അവൾ അവനരികിലേക്ക് ചെന്നു. ധ്വനി, എനിക്കൊരു കാര്യം. അവൻ വാക്കുകൾക്കായി പരതുന്നത് കണ്ട് അവൾ ചുളിഞ്ഞ നെറ്റിയോട് അവനെ നോക്കി. എന്താ അഭിമന്യു, പറഞ്ഞോളൂ. എനിക്ക് വിവാഹം നോക്കുന്നുണ്ട്. തന്നെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ? ശ്വാസം വിടാതെ അവനും അവളും നിന്നു. അവൾ നിഷേധാർത്ഥത്തിൽ തല വെട്ടിച്ചു. ധ്വനി, പ്ലീസ് ധ്വനി, നിന്നോട് ചെയ്തതോർത്ത് എനിക്ക് പിന്നീട് ഒരിക്കൽ പോലും മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. പ്ലീസ്. അവൻ്റെ സ്വരം അപേക്ഷയുടെ രൂപത്തിൽ അത്രയും താഴ്ന്നു പോയിരുന്നു. ഇല്ല അഭിമന്യു, ഒരു വിവാഹത്തെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അന്നങ്ങനെ പറ്റിയതോർത്താണെങ്കിൽ നിങ്ങളത് മറന്നു കളഞ്ഞേക്കൂ. പക്ഷെ എനിക്കതൊരിക്കലും മറക്കാനാവില്ല. അതിനർത്ഥം എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടെന്നല്ല. നിങ്ങളോടൊത്തൊരു ജീവിതം അത് സാധ്യമല്ല. ഇനിയും ഒന്നും കേൾക്കാൻ സാധിക്കാത്തതുപോലെ അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ അഭിമന്യുവിനെ തിരിഞ്ഞു നോക്കി. ഇന്നെൻ്റെ അവസാന ദിനമാണ് ഇവിടെ. കണ്ടതിൽ സന്തോഷം. അഭിമന്യു ഞെട്ടലോടെയാണ് അവളെ കേട്ടത്. എങ്ങോട്ടാ? എവിടേക്കാ? കോറിഡോറിൽ അവൻ്റെ ശബ്ദമുയർന്നു. അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ചൂണ്ടുവിരൽ ചുണ്ടോട് ചേർത്ത് സൈലൻസ് എന്ന് കാണിച്ചു. അഭിമന്യുവിന് നേരെ ചെറിയൊരു ചിരിയും നൽകി അവൾ കടന്നുപോയി. സമയം ആർക്കു വേണ്ടിയും കാത്തുനിന്നില്ല. ആരെയോ കണ്ടെത്താൻ എന്ന പോലെ അത് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ തന്നെ പല ട്രൈബൽ സ്കൂളിലും ധ്വനി ഇതിനോടകം പഠിപ്പിച്ചു. ഇപ്പോൾ 2 വർഷമായി അവൾ ആസാമിലാണ്. അവിടെ ഒരു സ്കൂൾ ഏറ്റെടുത്ത് ഫീസില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. സ്കൂളെന്ന് പറയുന്നതിലും എളുപ്പം
ഒരൊറ്റമുറി വീട് എന്ന് പറയുന്നതാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കളിയും നോക്കിയിരിക്കുകയായിരുന്നു ധ്വനി. ഇടയ്ക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടപ്പോൾ അവൾ ഫോൺ എടുത്തു നോക്കി. ദയയുടെ 2 വാട്സപ്പ് മെസ്സേജാണ്. അവൾ വേഗം അത് ഓപ്പൺ ചെയ്തു. 2 ഫോട്ടോയാണ്. അവളുടെ 2 കുട്ടിക്കുറുമ്പന്മാരുടെ ഫോട്ടോകളാണ്. ധ്വനിയുടെ മനസ്സിലേക്ക് കുഞ്ഞു ദയയുടെ മുഖം ഓർമ്മ വന്നു. സ്ക്രീൻ ബാക്കെടുത്ത് വെറുതെ സ്റ്റാറ്റസുകൾ നോക്കിക്കൊണ്ടിരുന്നു. അവിനാഷ് സാറിൻ്റെ വന്നപ്പോൾ അവരുടെ ഒരു കുടുംബ ഫോട്ടോ ആയിരുന്നു അത്. സോഫയിലിരിക്കുന്ന ലക്ഷ്മി അമ്മയുടെ വലത്തും ഇടത്തും അഭിമന്യുവും അവിനാഷും. ലക്ഷ്മി അമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞിവാവ കിടപ്പുണ്ട്. അവിനാഷിൻ്റെ അരികിൽ തന്നെ ഭാര്യയും അവളുടെ തോളിൽ ചാഞ്ഞൊരു കുഞ്ഞുമുണ്ട്. അതുപോലെ അഭിമന്യുവിൻ്റെ അരികിലും ഭാര്യ കയ്യിൽ കുഞ്ഞുവിനെയുമായി ഇരിക്കുന്നുണ്ട്. ഇവരുടെ പിന്നിലായി അനികയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും. ഒരു പെർഫെക്റ്റ് ക്ലിക്ക്. ആ ഫോട്ടോ കാണുകെ അവളുടെ മുഖത്തൊരു സംതൃപ്തി നിറഞ്ഞു. അവസാനം അഭിമന്യുവും വിവാഹിതനായിരിക്കുന്നു. അവിനാഷ് സാർ ഉൾപ്പെടെ പലരും അഭിമന്യുവിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും എന്തുകൊണ്ടോ തനിക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല. മനുഷ്യനല്ലേ, എല്ലാം ക്ഷമിക്കണമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പീഡിപ്പിക്കുന്നവനെ വിവാഹം ചെയ്യാൻ പറയുന്ന കോടതി വിധിയുള്ള ഇന്ത്യയല്ലേ ഇത്? അവൾ മുഖം പുച്ഛത്തോടെ ഒന്ന് കൂട്ടി. ഒരിക്കലും വിവാഹമല്ല ഒന്നിൻ്റെയും പ്രായശ്ചിത്തം. ഉള്ളിൽ ആരോടൊക്കെയോ രോക്ഷം കത്തിജ്വലിച്ചു. പെട്ടെന്ന് അവളുടെ കൺമുമ്പിൽ എന്ന പോൽ ഓടി വന്നത് കാർത്തികേയൻ്റെ മുഖമാണ്. തൻ്റെ കുടുംബം ശിഥിലമാക്കിയ അയാളെ അവസാനമായി കാണാൻ അവളും പോയിരുന്നത്. പലരും അന്ന് അടക്കം പറയുന്നത് കേട്ടു, ആത്മഹത്യയാണ്, ആരോ ചതിച്ചതാണ് എന്നൊക്കെ. ശരിക്കും ചതിച്ചത് ഞങ്ങളെ അല്ലേ? കൊന്നത് എൻ്റെ അച്ഛനെയും അമ്മയും അല്ലേ? കണ്ണുകൾ നിറയുമെന്ന് തോന്നിയപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റ് നടന്നു, ഉറച്ച കാലടികളോടെ. അവസാനിച്ചു. ഇനി ധ്വനിക്കായി ഒരു കാത്തിരിപ്പില്ല. ഇതുവരെ കൂടെ നിന്ന് ഏവർക്കും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് അപരം.